നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഗസ്റ്റിൽ ആരംഭിക്കുന്ന ഉത്സവ സീസണ് മുന്നോടിയായി ആഭ്യന്തര ഇടപാടുകാർ സുഗന്ധവ്യഞ്ജന വിപണിക്ക് ശക്തമായ പിന്തുണ നൽകുമെന്ന നിഗമനത്തിലാണ് വ്യാപാര രംഗം. കരുതൽ ശേഖരം കുറഞ്ഞതിനാൽ കുരുമുളകടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്കായി ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ രംഗത്ത് ഇടം പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപ്പാദന മേഖലയും. മെച്ചപ്പെട്ട വില മുന്നിൽ കണ്ട് വൻകിട തോട്ടങ്ങളും സ്റ്റോക്കിസ്റ്റുകളും വിൽപ്പന നിയന്ത്രിച്ചതിനാൽ 4 ദിവസമായി കുരുമുളക് വില സ്ഥിതിയാണ്. കൊച്ചിയിൽ അൺഗാർബിൾഡ് മുളക് വില 695 രൂപ. നാളികേര മേഖലയ്ക്ക് ആശ്വാസം പകർന്ന് കൊപ്ര വീണ്ടും മികവിലേക്ക്. ഒരു മാസത്തോളം തളർച്ചയിൽ നിലകൊണ്ട വെളിച്ചെണ്ണ വിപണി പുതിയ ദിശയിലേക്ക് തിരിയുന്നത് കണ്ട് മില്ലുകാർ നിരക്കുയർത്താൻ മത്സരിച്ചു. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വില ഇന്ന് 675 രൂപ ഒറ്റയടിക്ക് വർദ്ധിച്ചു. അതിൻ്റെ ചൂട് പിടിച്ച് കൊച്ചിയിൽ 200 രൂപ ഉയർന്നെങ്കിലും സംസ്ഥാനത്തെ മറ്റ് വിപണികളിൽ എണ്ണവിലയിൽ മാറ്റമില്ല. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര രംഗം മ്ലാനതയിൽ. നിക്ഷേപകരുടെ അഭാവം വിലക്കയറ്റത്തിന് തടസ്സമായി. അതേസമയം ബാങ്കോക്കിൽ റബ്ബർ ക്വിൻ്റലിന് 28,462 രൂപയിൽ വ്യാപാരം നടന്നു. കൊച്ചിയിൽ 4ാം ഗ്രേഡ് 277 രൂപയായും 5ാം ഗ്രേഡ് 272 രൂപയായും വർദ്ധിച്ചു. ഏലക്ക ലേലത്തിൽ ആഭ്യന്തര ഇടപാടുകാരും കയറ്റുമതി സമൂഹവും ചരക്ക് സംഭരിക്കാൻ ഉത്സാഹിച്ചു. ആകെ 32,590 കിലോ ഏലക്കയാണ് ലേലത്തിന് എത്തിയത്. ഇതിൽ 30,156 കിലോയും വിറ്റഴിഞ്ഞു. ശരാശരി ഇനങ്ങൾ കിലോ 2,726 രൂപയിലും മികച്ച ഇനങ്ങൾ കിലോ 3,718 രൂപയിലും കൈമാറി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.